നമസ്കാരം. വീണ്ടും രാംസ് വോയിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ സംബന്ധിച്ചെല്ലാം ദുഃഖമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സന്ദീപ് വാര്യർ സ്നേഹത്തിൻ്റെ കടയിലേക്ക് ചേക്കേറിയിരിക്കുന്നു. സന്ദീപ് വാര്യർ ഒരു പ്രത്യേക അവസ്ഥയിലാണെന്നറിഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ: ദയവായി മറ്റൊരിടത്തേക്കും പോകരുത്. പാർട്ടിയിലെ കാര്യം ഇലക്ഷന് ശേഷം സംസാരിച്ച് തീർക്കാം, അങ്ങനെ തീർക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് സനാതനധർമ്മം വിട്ട് എങ്ങോട്ടും പോകരുത് എന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. ഒരു സുഹൃത്ത് എന്ന നിലയിലാണ് ഞാനത് ആവശ്യപ്പെട്ടത്. അതിൽ കവിഞ്ഞ് രാഷ്ട്രീയമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല. പ്രത്യേകിച്ചും സന്ദീപ് വാര്യരുടെ നിലപാട്, അതല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അനുഭവിച്ച ദുഃഖം എന്നൊക്കെ കേട്ടപ്പോൾ മുൻപ് ഞാൻ ഈ വഴിയിലൂടെ കടന്നു വന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. എല്ലാം ശരിയാവും. അദ്ദേഹം ഒരിക്കലും ഈ ഒരു വഴിയിലൂടെ വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരിക്കലും ഈ മാർഗം വിട്ടു പോകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അപ്പം ഞാനും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ട് കാലങ്ങളായി. പക്ഷേ എനിക്ക് ധർമ്മപാത വിട്ട് എങ്ങോട്ടും പോകാൻ തോന്നിയിട്ടില്ല, തോന്നുകയുമില്ല. അതെൻ്റെ നിലപാട്. ഞാനങ്ങനെ ഒരു സംഘ വഴിയിലൂടെ വന്ന വ്യക്തിയൊന്നുമല്ല. വേണമെങ്കിൽ പറയാം ധർമ്മ വഴിയിലൂടെ വന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. സംഘ വഴിയൊന്നും സംഘത്തിലെ ഒരു സംഘപ്രവർത്തനത്തിലൂടെയൊന്നും ഞാൻ പോയിട്ടില്ല, കടന്നു വന്നിട്ടുമില്ല. ആ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ആ രാഷ്ട്രത്തിൻ്റെ മഹിമ ഉയർത്തിപ്പിടിക്കൽ, രാഷ്ട്രത്തോട് ചേർന്ന് നിൽക്കൽ, പിന്നെ ആ ധർമ്മശാഖയിൽ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് 2004 ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഗീത പഠിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം, ആ സനാതന ധർമ്മ വഴിക്ക് അല്ലെങ്കിൽ സനാതന ധർമ്മം മർമ്മമാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് BJPയിൽ ഞാൻ പ്രവർത്തിച്ചിരുന്നത്. ഞാൻ വാര്യരെക്കുറിച്ചും അങ്ങനെ തന്നെ കരുതി എന്നുള്ളതാണ് സത്യം. എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് സുരേന്ദ്രനോടും. സുരേന്ദ്രൻ നേതൃത്വം കൊടുക്കുന്ന ആ നേതൃത്വത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആ നേതൃത്വത്തോടൊപ്പം ചലിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ നിമിഷം ഞാൻ ആ നേതൃത്വത്തിലുണ്ടായിരുന്ന സ്ഥാനങ്ങൾ രാജിവെച്ചു മാറി നിൽക്കുകയാണ് ചെയ്തത്. ഈ എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ ഇതുവരെയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ സന്ദീപ് വാര്യർ അനുഭവിച്ചതുപോലെ ധാരാളം ഇൻസിഡൻസ്, ഒറ്റപ്പെടുത്തലുകൾ, ഒഴിവാക്കലുകൾ, ഇതൊക്കെ അനുഭവിച്ചിട്ട് വന്ന വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ചും സന്ദീപ് വാര്യർ പറഞ്ഞ അതേ വ്യക്തി ഇതേ തരത്തിലുള്ള അപമാനം കോഴിക്കോട് എയർപോർട്ടിൻ്റെ മുമ്പിൽ വെച്ച്, വലിയൊരു ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിന് ഞാൻ മറുപടി കൊടുക്കും. അന്ന് ഈ പറയുന്ന സുരേന്ദ്രൻ
സാക്ഷിയാണ് ഞാൻ അനുഭവിച്ചപ്പോൾ. കാരണം എനിക്ക് ഇവിടുത്തെ പാർട്ടി കമ്മിറ്റി ഒരു ഡ്യൂട്ടി തന്നു. അന്നിവിടെ മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്, മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എയർപോർട്ടിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കുക. ആ അതിഥികൾക്കൊപ്പം ഹിന്ദി അറിയാവുന്ന, ഹിന്ദി മേഖലയിൽ നിന്ന് വരുന്ന മന്ത്രിമാർക്ക് ഹിന്ദി അറിയാവുന്ന ഒരു സഹായിയെ എയർപോർട്ടിൽ വെച്ച് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ സഹായി ആ മന്ത്രിയോടൊപ്പം മന്ത്രി തിരിച്ചു പോകുന്നവരെ, അദ്ദേഹത്തെ ഫ്ലൈറ്റ് കയറ്റി വിടുന്നവരെ ഉള്ള എല്ലാ ഡ്യൂട്ടിയും അദ്ദേഹം നോക്കണം. അപ്പോൾ അതിൻ്റെ ഇൻചാർജ് ആയിരുന്നു ഞാൻ. അപ്പോൾ മന്ത്രിമാർ വരും. അപ്പോൾ അവിടെ സ്വീകരിക്കാനായിട്ട് ഞാൻ ബാലഗോകുലത്തിൻ്റെ കുട്ടികളെ ഏർപ്പാട് ചെയ്തു, പൂച്ചെണ്ടുകൾ അറേഞ്ച് ചെയ്തു. രാവിലെ മുതൽ വിവിധ സമയത്താണ് ഓരോ മന്ത്രിമാരും വന്നത്. അപ്പം കർണാടകയിൽ നിന്നൊക്കെ മന്ത്രിമാർ വരുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളത് സ്വീകരിക്കും. ഈ ബാലഗോകുലത്തിൻ്റെ കുട്ടികൾ ആരതി ഒഴിഞ്ഞ് ചന്ദനം തൊഴിച്ച് ഒരു മാലയിട്ട് അവർക്ക് ഒരു സഹായിയെ ഏൽപ്പിച്ച്, അങ്ങനെ രാവിലെ മുതൽ ഏകദേശം 4-5 മന്ത്രിമാർ വരികയും ഞങ്ങൾ അവരെ സ്വീകരിച്ച് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അന്ന് പെട്രോളിയം മിനിസ്റ്റർ വരുന്നുണ്ടായിരുന്നു. പെട്രോളിയം മിനിസ്റ്റർ വരുന്ന സമയത്തേക്കും രഘുനാഥ് തുടങ്ങിയ എല്ലാ നേതാക്കളും എയർപോർട്ടിലെത്തി. അതുവരെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാ നേതാക്കളും എത്തി. കർണാടക എന്നുള്ള കുറച്ച് മുതലാളിമാരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. എയർപോർട്ടിനകത്ത് ഞാനുണ്ടായിരുന്നു. എയർപോർട്ടിനകത്ത് അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ചെയ്യാവുന്ന ഡ്യൂട്ടി, എൻ്റെ ഡ്യൂട്ടി അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. കാരണം പാർട്ടി ഓർഡറാണല്ലോ. മിനിസ്റ്റർ വന്ന് മിനിസ്റ്റർ സ്വീകരിച്ചു, ചന്ദനം തൊടിച്ചു. അന്ന് എനിക്ക് തോന്നുന്നു ഹിന്ദി അറിയാവുന്ന എന്തായിരുന്നു, അർച്ചന അവരൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരട്ടോ. അർച്ചനയെ മന്ത്രിയുടെ മുമ്പിൽ കൊണ്ടുവച്ച് ഞാൻ പറഞ്ഞു, മന്ത്രിയോട് പറഞ്ഞു, ഇതാണ് താങ്കളുടെ സഹായി, താങ്കൾ പോകുന്നവരെയും ഇവരുണ്ടാവും. ഉടനെ തൊട്ടടുത്തിരുന്ന രഘുനാഥ്, ഈ പറഞ്ഞ കക്ഷി തന്നെ രഘുനാഥ്, അന്ന് രഘുനാഥിൻ്റെ ഡ്യൂട്ടി യഥാർത്ഥത്തിൽ ഭക്ഷണ ഡ്യൂട്ടി, അടുക്കള ഡ്യൂട്ടി ആയിരുന്നു അന്ന് രഘുനാഥിനുണ്ടായിരുന്നു. പക്ഷേ രഘുനാഥ് അവിടെ ഓടിയെത്തി. കാരണം ഈ പെട്രോളിയം മിനിസ്റ്റർ ആയതുകൊണ്ട്, അറിയാലോ, പെട്രോളിയം മിനിസ്റ്റർ ആയതുകൊണ്ട് അവിടെ ഓടിയെത്തി. അപ്പോൾ ഞാൻ മിനിസ്റ്ററോട് ഇത് പറഞ്ഞതും അത്രയും ക്രൗഡുണ്ട് അവിടെ. ഈ കേന്ദ്രമന്ത്രി വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകരുണ്ട്, അവിടുത്തെ എയർപോർട്ടിലെ സ്റ്റാഫ്, BMSൻ്റെ സ്റ്റാഫുകളുണ്ട്. ഈ കുട്ടികളൊക്കെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് പറഞ്ഞത്, ഇതാണ് താങ്കളുടെ സഹായി, താങ്കളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഇത് കേട്ടതും ഈ രഘുനാഥ് അവിടെ നിന്ന്, താൻ ആരോടും ഇതൊക്കെ പറയായിരുന്നു, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലെന്ന്. അപ്പോൾ എനിക്ക് വായിൽ വന്നത് അപ്പം തന്നെ ഞാൻ പറഞ്ഞു, താങ്കളുടെ ഡ്യൂട്ടി അടുക്കളയിലല്ലേ, താങ്കൾ അവിടുത്തെ കാര്യം നോക്കിയാൽ മതി. ഇവിടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടിയാണ്, അത് ഞാൻ കൃത്യമായി ചെയ്യുന്നു. അത് എന്നെ പാർട്ടി ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്, അത് ഞാൻ ചെയ്യുന്നു. അന്ന് തുടങ്ങിയ എൻ്റെ ദുരന്തം. അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് പാർട്ടിയുടെ ഒരു പരിപാടിയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. പിന്നീട് പലപ്പോഴും ഇതുപോലെ, അന്ന് സംസ്ഥാന സമിതി അംഗമാണല്ലോ, പല വേദികളിലും വിളിച്ച് വരുത്തും, എന്നെ അവിടെ ഇരുത്തും. സ്വാഗതം പ്രസംഗിക്കുമ്പോൾ പോലും, സംസാരിക്കുമ്പോൾ പോലും എൻ്റെ പേര് പോലും ഉച്ചരിക്കാതെ നോക്കിയിട്ടുണ്ട്. 2 മണിക്കൂറും 2.5 മണിക്കൂറൊക്കെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ തലയും കുനിച്ച് നടന്നു പോയിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് അപമാനം എല്ലാവർക്കും ഉണ്ടാവും. ഈ അപമാനമൊക്കെ സഹിച്ചുകൊണ്ട് തന്നെയാണ് നിന്നിരുന്നത്. കാരണം എന്നെ അന്ന് സംസ്ഥാന സമിതിയിലേക്ക് എടുക്കുന്നത് ഞാൻ കൊടുവള്ളി മത്സരിച്ചതിന് ശേഷമാണ്. കൊടുവള്ളി മത്സരിക്കുമ്പോൾ അന്ന് വരെ കൊടുവള്ളി സൃഷ്ടിച്ച വോട്ടിൻ്റെ ഇരട്ടി ഞാൻ കൊടുവള്ളിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 6000-7000 വോട്ടാണ് BJP കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 11,585, എൻ്റെ ഓർമ്മ അങ്ങനെയാണ്, 11,585 വോട്ട് നേടിയെടുത്തത്. അതിനുശേഷമാണ് എനിക്ക് ഈ പറയുന്ന ദുരന്തങ്ങളൊക്കെ ഉണ്ടായത്. കാരണം അന്ന് എൻ്റെ അടുത്ത് BJPയുടെ അവിടുത്തെ പ്രസിഡൻ്റൊക്കെ പറഞ്ഞു, ഇവിടെ നിങ്ങൾ തലയും കുത്തി മറിഞ്ഞാലും 5000 വോട്ട് 6000 വോട്ട് കൂടുതൽ കിട്ടില്ല.
അതൊരു വാശിയായിട്ട് എടുക്കുകയും ഞാനത് എല്ലാ ബൂത്തിലും പ്രവർത്തിക്കുകയും അന്ന് വരെ ഉണ്ടായിട്ടില്ല. ആ വോട്ട് പിന്നീട് ആർക്കും കവർ ചെയ്യാനും പറ്റിയിട്ടില്ല. പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കിയത്, ഇങ്ങനെ വോട്ട് നേടുന്നവരെ അവിടെ വെച്ച് തീർക്കണം എന്നുള്ളതാണ് തീരുമാനം. അതിനുശേഷം പിന്നീട് എനിക്ക് ഈ രണ്ടാം വട്ടം സംസ്ഥാന സമിതിയിലേക്ക് എടുത്തിട്ട് ഒരു അറിയിപ്പ് പോലും എനിക്കുണ്ടായിരുന്നില്ല സംസ്ഥാന സമിതിയിലേക്ക് എടുത്തു എന്നുള്ളത്. അത് പത്രത്തിൽ എപ്പോഴോ ഒരു വാർത്ത വന്നു സംസ്ഥാന സമിതിയിലുണ്ട് എന്നല്ലാതെ പിന്നീട് ഒരു കത്തോ ഒരു മെയിലോ ഒരു ഫോൺ കോളോ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് എനിക്ക് വന്നിട്ടില്ല. ഞാനിപ്പോൾ വെല്ലുവിളിക്കാൻ വേണമെങ്കിൽ സുരേന്ദ്രനെ, ഒരു കഷ്ണം ഞാനിപ്പോൾ പറയുന്നില്ലേ, രണ്ടാമത് എന്നെ സംസ്ഥാന സമിതിയിലെടുത്ത് ഒരു വിവരം എന്നെ അറിയിച്ച ഒരു മെയിലോ അതല്ല ഞങ്ങൾ പിന്നീട് സംസ്ഥാന സമിതിയിലേക്ക് എന്നെ വിളിച്ച ഒരു ഫോൺ കോൾ രേഖയോ കാണിക്കുകയാണെങ്കിൽ ഈ സുരേന്ദ്രൻ എവിടെയാണെങ്കിലും അവിടെ ചെന്ന് ഞാൻ ക്ഷൗരം ചെയ്തു കൊടുക്കാം. ഞാൻ വെറുതെ പറയുന്നില്ല. ഒരു നേതൃസ്ഥാനത്തേക്കും ഒരിക്കലും ഒരു വ്യക്തിയെ ഒരു നേതാവിനെയോ കണ്ട് അന്ന് അലി അക്ബർ ആയിരുന്നു, അലി അക്ബർ ചോദിച്ചിട്ടില്ല. ഒരു നേതൃത്വത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നേതാവാകാൻ വേണ്ടി എവിടെയും പോയിട്ടുമില്ല. മത്സരിച്ചു സ്ഥാനാർത്ഥിയായി നല്ല വോട്ട് നേടി എന്നതിൻ്റെ പേരിലാണ് ആദ്യ പ്രാവശ്യം സംസ്ഥാന സമിതിയിൽ ഉണ്ടായത്. രണ്ടാമത്തെ പ്രാവശ്യവും സംസ്ഥാന സമിതിയിൽ എടുക്കാൻ കാരണം എനിക്ക് എൻ്റെ അടുത്തൊരാൾ പറഞ്ഞത് താല്പര്യം ഉണ്ടായിരുന്നില്ല, സുരേന്ദ്രനും മറ്റും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങനെ ഒരാളെ ഒഴിവാക്കരുത്, അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ മുസ്ലിമായിട്ട് പ്രശസ്തരായിട്ട് വന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. അബ്ദുള്ള കുട്ടിയൊക്കെ അതിന് ശേഷം വന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് കുമ്മനം ചീറ്റാണ് നിർബന്ധിച്ചിട്ട് എന്നെ സംസ്ഥാന സമിതിയിലേക്ക് എടുത്തത്. പക്ഷേ ആ എടുത്ത വിവരം എന്നെ അറിയിക്കില്ല. അതിനുശേഷം ഒരൊറ്റ മീറ്റിങ്ങിന് പോലും സംസ്ഥാന സമിതി കൂടുന്നത് എപ്പോഴാണെന്നോ ഒരു അറിയിപ്പും എനിക്ക് അങ്ങനെ ഏകദേശം 2 വർഷത്തോളം നിന്നു. ഒരു അറിയിപ്പും ഇല്ലാതെ, ഒരു രേഖയില്ലാത്ത സംസ്ഥാന സമിതി ആണെന്ന് അറിയാതെ നിന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല, ഒരിക്കൽ പോലും ആവശ്യപ്പെട്ടു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാം. രാമസിംഹൻ ഈ സംസ്ഥാന നേതൃത്വത്തിന് മുൻപോട്ട് എനിക്കൊരു സ്ഥാനം വേണം, എനിക്ക് ഇന്ന പദവി വേണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചെയ്യാൻ പറഞ്ഞ ഡ്യൂട്ടികളൊക്കെ കൃത്യമായിട്ട് ചെയ്തിരുന്ന ആളാണ് ഞാൻ. അന്ന് അങ്ങനെ കണ്ട ഒരാളായിരുന്നു നസീർ, ആലുവയിലെ നസീറും അന്ന് അങ്ങനെ കണ്ടത് ഞാൻ അന്ന് പരിചയപ്പെടുന്ന. നസീറൊക്കെ നേരത്തെ വളരെ സീനിയറാണ് എൻ്റെയൊക്കെ. അത് കഴിഞ്ഞ് എന്നെ ഇങ്ങനെ എന്താണ് ഈ പറയുന്ന ഒരു ഒഴിഞ്ഞിട്ട കോഴിയായിട്ട് അങ്ങനെ ഇട്ടു. എനിക്കതിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് നസീറിനോടും ഈ പറയുന്ന സന്ദീപ് വാര്യരോട് കാണിച്ച അതേ നടപടിയാണ് നസീറിനോട്. നസീർ ഇപ്പോൾ CPM-ലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ അനുഭവിച്ച ദുഃഖം എന്താണ് അല്ലെങ്കിൽ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം എന്നെപ്പോലെയല്ല സന്ദീപ് വാര്യർ ഒരുപാട് ജനങ്ങൾ അറിയുന്ന ഒരു നേതാവ് തന്നെയാണ്. ആരും അങ്ങനെ സന്ദീപ് വാര്യരെ ഒഴിവാക്കാൻ പറ്റില്ല. ജനങ്ങൾ അറിയുന്ന നേതാവ് തന്നെയാണ്. അത് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു നേതാവുമായിരുന്നു, യാതൊരു സംശയവും വേണ്ട. ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ള നേതാവ്. കാരണം ഈ ഇന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്താണ് ഒക്കെ പറഞ്ഞോളൂ, അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നിലവിൽ ഉള്ള കാലാവസ്ഥയിൽ ഇന്ന് ഈ സോഷ്യൽ മീഡിയയും അതല്ലെങ്കിൽ TV ചർച്ചകളും തന്നെയാണ് ഇന്നത്തെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ചർച്ചകളിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു മാസ്മരിക സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ചെറുപ്പക്കാരെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. കാരണം പലപ്പോഴും BJP-യുടെ വക്താക്കളായിട്ട് വരുന്നവർ ബബ്ബ അടിച്ചു പോകുന്നതാണ് സാധാരണ മനുഷ്യർ കണ്ടിട്ടുള്ളത്. വലിയ നേതാക്കളായിരിക്കാം, പക്ഷെ ബബ്ബ അടിച്ചു പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. അവിടെ സന്ദീപ് വാര്യർ, വചസ്പതി എന്ന് തുടങ്ങിയ ചെറുപ്പക്കാർ അവിടേക്ക് വരികയും അവർ ശക്തയുക്തമായിട്ട് പാർട്ടിക്കാരെ
നേരിടുകയും ചെയ്ത് ഒരുതരം ഗോധയിലിറങ്ങിയ മാതിരി കൃത്യമായിട്ട് അടിച്ചൊതുക്കാവുന്ന രീതിയിൽ അടിച്ചൊതുക്കിയ വ്യക്തിത്വങ്ങൾ തന്നെയാണ് സന്ദീപ് വാര്യരും വാചസ്പതിയും ഒക്കെ. ഒരുപാട് പേരുണ്ട്, ഞാൻ ആ പേരെല്ലാവരും എടുത്തു പറയുന്നില്ല. അതിൽ ഒരു പ്രമുഖ വ്യക്തിത്വം തന്നെയായിരുന്നു സന്ദീപ് വാര്യർ, അതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പം സന്ദീപ് വാര്യർ പോകാൻ പാടില്ലായിരുന്നു, പോയത് തെറ്റാണ്. ഇപ്പോഴും പറയും തെറ്റായിപ്പോയി, അദ്ദേഹം ചെന്ന് ചേർന്ന ഇടവും തെറ്റാണ് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതിൽ അദ്ദേഹത്തെ ഞാൻ അംഗീകരിക്കുകയില്ല. ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ്, ഭാര്യരെ പോകരുത്, പോകാൻ പാടില്ല. നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്രയും നേതാക്കളല്ലേ നിങ്ങൾ പറഞ്ഞു നിൽക്കും. ഞാൻ എന്നെപ്പോലെയല്ല, എനിക്ക് രാഷ്ട്രീയത്തിൽ അത്ര താല്പര്യമുള്ള വ്യക്തിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മാറി നിൽക്കും. എൻ്റെ രാഷ്ട്രീയം ഏതാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ രാഷ്ട്രീയം തന്നെ, സംഘരാഷ്ട്രീയം തന്നെയാണ് എൻ്റെ രാഷ്ട്രീയം. അതിൽ നിന്ന് തൽക്കാലം ഇനി മാറാതിൻ്റെ ഉദ്ദേശവും ഇല്ല. എനിക്കും വേണമെങ്കിൽ ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, ഇനി എവിടുന്നാണെന്ന് ഞാൻ പറയുന്നില്ല. ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, എനിക്കും വേണമെങ്കിൽ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എൻ്റെ മേഖല സിനിമാ മേഖലയായതുകൊണ്ട് ആ രീതിയിൽ എനിക്ക് അതിൻ്റേതായുള്ള സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമായിരിക്കാം. പോയിട്ടില്ല, അതിനുവേണ്ടി പോവുകയില്ല. ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ അങ്ങനെയല്ല സന്ദീപ് വാര്യരൊക്കെ നമ്മൾ ഈ പറഞ്ഞ യൂത്തിനെ പിടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഘടകം തന്നെയായിരുന്നു. അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞേക്കാം ഇത് ഭയങ്കര തോന്നിവാസിയായിരുന്നു. അതിപ്പോൾ അങ്ങനെ ഒരു തോന്നിവാസിയായിരുന്നില്ലെങ്കിൽ, അതിൽ പാർട്ടിക്ക് പറ്റാത്ത ആളായിരുന്നെങ്കിൽ അതറിയുന്ന നിമിഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം. അന്തസ്സായിട്ട് പറയാം, സന്ദീപ് വാര്യർ ഇന്ന തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളിതാ സന്ദീപ് വാര്യരെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. എന്താണ് തെറ്റ്, കൊള്ളരുതായ്മ എന്താണ് എന്ന്. അത് ഞങ്ങൾ മൂടി വെച്ചു എന്ന് ഇപ്പോൾ പറയുന്നതിൽ ആരാണ് തോറ്റുപോകുന്നത്? നേതൃത്വം തന്നെയല്ലേ. സന്ദീപ് വാര്യർ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, വഞ്ചന ചെയ്തിട്ടുണ്ടെങ്കിൽ, തോന്നിവാസം ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് മൂടി വച്ചിട്ടുണ്ടെങ്കിൽ സുരേന്ദ്രനല്ലേ അതിൻ്റെ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ആ തെറ്റ് ഏറ്റെടുക്കേണ്ടത് സുരേന്ദ്രനല്ലേ. അങ്ങനെ മോശപ്പെട്ട ആളായിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹത്തിനെ സംസ്ഥാന സമിതി അംഗമായിട്ട് നോമിനേറ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നോ? ചെയ്തത് ശരിയാണോ? ഇപ്പോൾ പറയുന്നു അതല്ല, ഇന്ന കാരണം കൊണ്ട് ഇത് നേരത്തെ പുറത്താക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു ധ്വനിയിൽ സംസാരിക്കുന്നുണ്ട്. അത് ശരിയല്ല. ആ പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. ഞാൻ സന്ദീപ് വാര്യരോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഈ രഘുനാഥ് പരസ്യമായിട്ട് എന്നോട് ചെയ്ത അതേ രീതിയിൽ തന്നെ, എന്നോട് ഞാനൊരു തുടക്കക്കാരൻ നിലയ്ക്ക് എന്നോട് ചെയ്യാം, വേണം നമുക്ക് വിട്ടേ, നമ്മൾ ആരും അല്ലല്ലോ. പക്ഷെ സന്ദീപ് വാര്യരെ പോലെ ഒരു പ്രവർത്തകനെ, ഒരു നേതാവിനെ ഒരു പൊതു ചടങ്ങിൽ വെച്ച് അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം സുരേന്ദ്രൻ ഇടപെടാമായിരുന്നു. അതല്ല, സന്ദീപ് വാര്യർ ഈ കാര്യം സുരേന്ദ്രനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സുരേന്ദ്രന് കീഴിലുള്ള വ്യക്തിയാണ് രഘുനാഥ്. ഇപ്പൊ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് ചോദിക്കുക, രഘുനാഥിനെ അറിയോ? ഞങ്ങളുടെ വൈസ് പ്രസിഡന്റാണ്. സന്ദീപ് വാര്യരെ അറിയോ? ഞങ്ങളുടെ വെറും ഒരു മെമ്പറാണ്, സംസ്ഥാന സമിതി അംഗമാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ജനം പറയും സന്ദീപ് വാര്യരെ അറിയാമെന്ന്. രഘുനാഥിനെ അറിയാമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ തുറന്നു പറയാം, എനിക്ക് രഘുനാഥനോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ സ്വഭാവം ഉണ്ടെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പം നമ്മൾ ലൈംലൈറ്റ്, പല വ്യക്തികളും ലൈംലൈറ്റിൽ വരും, പലരും സ്റ്റേജിലേക്ക് വരുമ്പോൾ ആരവമുണ്ടാവും. അത് ചിലപ്പം ഈ സുരേഷ് ഗോപി വരുമ്പോൾ, BJPയിൽ ഒന്നും അല്ലാത്ത സുരേഷ് ഗോപി BJPയുടെ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ആരവം സുരേന്ദ്രൻ വന്നാൽ കിട്ടില്ല. അത് രണ്ടും രണ്ട് ഇമേജാണ്. അതേപോലെയാണ് ചില വ്യക്തികൾ, അവർക്ക് ആ വ്യക്തികൾക്ക് സമൂഹത്തെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടാവും രാഷ്ട്രീയത്തിലുപരിയായിട്ട്. ആ വ്യക്തിത്വങ്ങളെ പെട്ടെന്ന് സമൂഹം തിരിച്ചറിയും. ആ സമൂഹം തിരിച്ചറിയുമ്പോൾ അപ്ലാസ് ഉണ്ടാവും.
പലപ്പോഴും അങ്ങനെ ഒരു അപ്ലാസ് കിട്ടുമ്പം ഈ തലമുതിർന്ന നേതാക്കന്മാർക്ക് ഒരു അസഹ്യത ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം നമ്മളെപ്പോഴും ഒരു സമൂഹത്തോട് സംസാരിക്കുന്നത് പണ്ടത്തെ പോലെ റോഡ് സൈഡിൽ സ്റ്റേജ് കെട്ടിയിട്ട് മൈക്കിലൂടെ സംസാരിക്കുന്ന ഒരു രീതിയല്ലെന്ന്. അങ്ങനെ സംസാരിക്കുമ്പോൾ തൻ്റെ മുന്നിൽ ഏറി വന്നാൽ 10, 150 അല്ലെങ്കിൽ 200 കാണും. ഞാനൊക്കെ പങ്കെടുത്തിട്ടുള്ള, ഇപ്പം നമുക്കറിയാം, സംഘത്തിൻ്റെ വലിയ മീറ്റിങ്ങുകൾ പങ്കെടുക്കുമ്പോൾ അവിടെ 10,000-10,000 പേര് കാണും. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസംഗം എന്ന് പറയുമ്പോൾ അവിടെ 100-500 പേര് അല്ലെങ്കിൽ 1000 പേര് കാണുള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുമ്പോൾ, ഇപ്പം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും 10,000-ങ്ങളിലേക്ക് എത്താം, ചിലപ്പോൾ മില്യൺസ് വരാം. എൻ്റെ ചില ചർച്ചകൾ, ജനം ടി വിയിലൊക്കെ വന്ന ചർച്ചകൾ മില്യൺസ് വ്യൂവേഴ്സ് ഉണ്ടായിട്ടുണ്ട്, മില്യൺസ് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ, നവമാധ്യമങ്ങളിലൂടെ നല്ല രീതിയിൽ സംസാരിക്കുന്നവരെ ജനങ്ങൾ ശ്രദ്ധിക്കുകയും അവർ ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകർ അവരെ ഒരു മാതൃകയായിട്ട് സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. ഒരു സംഘടനയുടെ ശക്തി ശരിക്കും അത്തരം മുഖങ്ങളിൽ തന്നെയാണ്. അത്തരം മുഖങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതല്ല സംഘടനയുടെ ഒറിജിനൽ ടാക്ടിക്സ് വേണ്ടത്. ഇപ്പൊ സുരേഷ് ഗോപി എന്നുള്ളൊരു മുഖം ഉണ്ടായിരുന്നെങ്കിൽ തൃശ്ശൂരിൽ വട്ടപൂജ്യമാണ് BJPക്ക്. ഞാൻ വെല്ലുവിളിക്കാം, സുരേഷ് ഗോപിയെ അല്ലാതെ വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ ഇച്ഛ വരച്ചേനെ, ഇല്ലേ? സുരേഷ് ഗോപി ആയതുകൊണ്ട് മാത്രമാണ് ജയിച്ചത്. അവിടെ BJPയുടെ കഴിവൊന്നുമല്ല. അതാദ്യം ഈ നേതാക്കൾ മനസ്സിലാക്കണം. ഈ നേതാക്കളുടെ കഴിവ് കൊണ്ടല്ല സുരേഷ് ഗോപി, കഴിവുണ്ട്, നേതാക്കളുടെ സഹായം ഉണ്ടാവും. പക്ഷെ അദ്ദേഹം 5 വർഷം തൃശ്ശൂരിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത്. എനിക്ക് ഒരിക്കലും അദ്ദേഹം ജയിച്ചു വരുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ പറയുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ, സ്ത്രീകൾ, അമ്മമാർ, ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ചു സഹായിച്ചു. അത് ആ വ്യക്തിത്വത്തിൻ്റെ ഗുണം കേട്ടോ. അപ്പം അത്തരം വ്യക്തിത്വങ്ങൾ BJPയിൽ ഉണ്ടായി. TP സെൻകുമാർ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഞാനും TP സെൻകുമാറൊക്കെ ഈ BJPക്ക് വേണ്ടി കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഓടി സംസാരിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, TP സെൻകുമാർ ഈ BJP നടപ്പിലാക്കേണ്ടുന്ന ഒരു പേപ്പർ അദ്ദേഹം പ്രിപ്പയർ ചെയ്തിരുന്നു. ഓരോ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ എങ്ങനെ വർത്തിക്കണം, കുത്തിയിരുന്ന് പാവം ടൈപ്പ് ചെയ്തുണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. TP സെൻകുമാറിൻ്റെ ഐഡിയ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാനൊക്കെ വലിയ പ്രതീക്ഷയിരുന്ന സെൻകുമാർ സാറ് അത് മുന്നോട്ട് വരും, ഇതിൽ വരും, അത് നടപ്പിലാക്കാൻ ശ്രമിക്കും എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. എണ്ണിയാലൊടുങ്ങാത്ത നേതാക്കൾ ഈ BJPയിലേക്ക് വന്നിരുന്നു. അവരൊന്നും പിന്നെ നമ്മൾ കണ്ടില്ല. ഇതാരുടെ കുഴപ്പമാണ്? ഇതൊക്കെ കൊണ്ടത് അണികളുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാൻ പറ്റുമോ? TP സെൻകുമാറിനെ മാറ്റി നിർത്തിയത് ആരുടെ ബുദ്ധിയാണ്? TP സെൻകുമാർ മാത്രമല്ല, ഞാൻ പേരുകൾ മുഴുവൻ പറയുന്നില്ല, എത്രമാത്രം വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു, സിനിമാക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരൊറ്റ സിനിമാക്കാരുമില്ല. കൊല്ലം തുളസി, രാജസേനൻ, ഭീമൻ രഘു, എത്ര പേരെന്ന് ഓടി വന്നത് ഇപ്പം ആരെങ്കിലും ഉണ്ടോ? ഈ ഞാനടക്കം എല്ലാവരും അധികാരം മോഹിച്ചു. ഞാനൊന്നും അധികാരം മോഹിച്ചിട്ടൊന്നല്ല വന്നത്, സെർവ് ചെയ്യാൻ തന്നെ വന്നത്. പക്ഷെ എൻ്റെ സെർവ് അവർക്ക് ആവശ്യമില്ല. അവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മളെ പതിയെ. മറ്റൊന്ന് എൻ്റെ ഐഡിയോളജിയാണ്, അതും അവർക്ക് താല്പര്യമില്ല. എൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത്, എനിക്കറിയാം ഈ കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിലെ 90% വരുന്ന മുസ്ലിങ്ങളെ ഒരിക്കലും ഈ BJPയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. എഴുതി ഒപ്പിട്ട് തരാം.
അപ്പം എന്നോട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു നേതാവ് പറഞ്ഞത് അലി അക്ബറിനെ ഞങ്ങൾ കണ്ടത് മുസ്ലിങ്ങളിൽ നിന്ന് BJPയിലേക്ക് ആളെ കൊണ്ടുവരുന്ന ഒരു പാലമായിട്ടാണെന്ന്. നിങ്ങളെന്തിനാ ഹിന്ദുത്വത്തിന് വേണ്ടി സംസാരിക്കുന്നത്? നിങ്ങളെന്തിനാ ക്ഷേത്രത്തിൽ പോയി പ്രഭാഷണം നടത്തുന്നത്? നിങ്ങൾക്ക് മുസ്ലിമായി ജീവിച്ചാൽ പോരെ. ഞാൻ ഈ BJPയിൽ വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്ഷേത്രങ്ങളിലൂടെ പ്രഭാഷണം നടത്തുന്ന വ്യക്തിയാണ്. ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. ക്ഷേത്രങ്ങളെന്നല്ല, സാംസ്കാരിക പരിപാടികളിലൊക്കെ പ്രഭാഷണം നടത്തുന്നത്, അത് പ്രത്യേകിച്ചും ഗീതാസ്പദമാക്കിയിട്ട് പ്രഭാഷണം നടത്തുന്ന വ്യക്തിയാണ് ഞാൻ. ആ പാത വെച്ചിട്ടാണ് ഞാൻ ഈ BJPയിലേക്ക് വന്നത്. കാരണം എനിക്ക് ഇപ്പോൾ മറ്റൊരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ധർമ്മത്തിൻ്റെ കൂടെ ചലിക്കാൻ പറ്റില്ല. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു തരാം, ഞാൻ BJPയിൽ വരുമ്പോൾ BJPയുടെ അടിസ്ഥാന പ്രമാണം എന്താണ്? ഏകാത്മ മാനവ ദർശനമാണ്. ഏകാത്മ മാനവ ദർശനം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം? വസുദൈവ കുടുംബകം തന്നെയാണ്. ആ വസുദൈവ കുടുംബകത്തിന് കൊടുത്ത മറ്റൊരു പേരാണ് ഏകാത്മ മാനവ ദർശനം. എല്ലാ മാനവരെല്ലാം ഒരാത്മാക്കളായി ദർശിക്കണമെന്നാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രമാണം. ഏറ്റവും പിന്നിൽ കിടക്കുന്നവൻ്റെ ആവശ്യകതയും അറിയണമെന്നതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം. ഞാൻ വായിച്ചിട്ടുള്ളവരാണ്. ഏകാത്മ മാനവ ദർശനം ഏറ്റവും പിന്നിൽ നിൽക്കുന്നവരെ മുന്നിലോട്ട് കൊണ്ടുവരുന്ന ആശയം. ആ അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ BJPയിൽ പ്രവർത്തിച്ചത്. അതിൻ്റെ ആത്മാവ് അറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിച്ചത്. ഇന്നതുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അതൊന്നും ആരും സംസാരിക്കുന്നത് കേൾക്കാറില്ല. അപ്പം ഇന്നിപ്പം സന്ദീപ് വാര്യർ പോയതിനെക്കുറിച്ച് നേതാക്കന്മാർ വന്നിട്ട് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഊർജം ഞങ്ങളല്ല, ഏറ്റവും അടിസ്ഥാനത്ത് കിടക്കുന്ന ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ആ അടിസ്ഥാന പ്രവർത്തകനാണ് ഞങ്ങളുടെ ഊർജം എന്ന് ഭയങ്കര ഉച്ചത്തിൽ പറയുന്നത് കേട്ടു. ഈ അടിസ്ഥാന പ്രവർത്തകരുടെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? BJPയിലെ നേതാക്കൾ എന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയുമോ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് പറയുന്നതെന്ന്? നിങ്ങളെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല, നിങ്ങൾക്കറിയില്ല. പക്ഷെ എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുന്ന വ്യക്തികളാണ്. സത്യസന്ധരെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരോട് കാര്യങ്ങൾ പറയും, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറയും, അവരുടെ പ്രതീക്ഷകൾ പറയും. അത്ര നൂറുകണക്കിന് ഫോൺ കോളുകൾ ഇന്നും എനിക്ക് വരുന്നുണ്ട്, മെസ്സേജുകൾ വരുന്നുണ്ട്. ഈ പറയുന്ന നേതൃത്വത്തിൻ്റെ തലതിരിഞ്ഞ പോക്ക് കണ്ടിട്ട് വേദനിക്കുന്ന വലിയൊരു സമൂഹം സാധാരണ പ്രവർത്തകരുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു സർവേ നടത്തും, ഒരു പബ്ലിക് സർവേ നടത്തും. ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, തെറ്റാണ്, എത്ര പേർ ഞങ്ങൾക്കൊപ്പമുണ്ട്, എത്ര പേർ ഞങ്ങളുടെ പോക്കിനെ വിപരീതമായി കാണുന്നുണ്ട് എന്നൊരു പബ്ലിക്കായിട്ട് നിങ്ങളൊരു സർവേ നടത്തുന്നേ. നേരണ്ടാവില്ലായിരുന്നു. അതിന് നേരമില്ല ആർക്കും. ഈ അടിസ്ഥാനം എന്ന് പറയുന്ന ആ ഘടനയുടെ വിചാരങ്ങൾ അറിയാൻ ഇന്ന് BJP നേതൃത്വത്തിന് സമയമില്ല. ആ ദുഃഖകരമായ അവസ്ഥയിലാണ് ഈ പ്രശ്നം സന്ദീപ് വാര്യരെ പോലുള്ള ആളുകൾ പുറത്തേക്ക് പോകുന്നത്. പോയാൽ ഇപ്പോൾ ഞങ്ങൾക്ക് എന്താ? അങ്ങനെയാണല്ലോ. കാരണം സന്ദീപ് വാര്യർ പോയാലെന്താ? കരുണാകരൻ്റെ മോള് ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ലേ? അബ്ദുള്ള കുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ലേ? വ്യത്യാസമുണ്ട്. കരുണാകരൻ്റെ മോള് ഒരു ദിവസം കയറി വന്ന് BJPയുടെ ആത്മാവിനെ ഒറ്റയടിക്ക് വിഴുങ്ങാനൊന്നും കരുണാകരൻ്റെ മോൾക്ക് പറ്റില്ല. സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നലെ വരെ ഛർദ്ദിച്ചതൊക്കെ എടുത്ത് വലിച്ചു തിന്നാനൊന്നും പറ്റില്ല. അധികാരമോഹം കൊണ്ടുപോയി ആര്? സന്ദീപ് വാര്യർ.
പത്മജ വന്നത് അധികാരമോഹമില്ലാതെയാണോ? അബ്ദുള്ളക്കുട്ടി വന്നത് അധികാരമോഹമില്ലാതെയാണോ BJP-യിലേക്ക്? ഇപ്പൊ ന്യൂനപക്ഷ മോർച്ചയിൽ സുഡാപ്പികളടക്കം കയറിക്കൂടിയത് അധികാരമോഹങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ? ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നൊക്കെ എപ്പോഴും അവർക്ക് മോഹങ്ങൾ ഉണ്ടാവും. മേൽപോട്ട് കുതിക്കാൻ മോഹങ്ങൾ ഉണ്ടാവും. കഴിവുള്ളവരാണെങ്കിൽ മേൽപോട്ട് വരികയും കൊണ്ടുവരികയും വേണം. അവർ താനെ വരികയില്ല, കൊണ്ടുവരിക തന്നെ ചെയ്യണം. അതാണ് ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാർ ചെയ്യുക. കാരണം രാഷ്ട്രീയം എന്നത് ആനുകാലികമായി നിൽക്കുന്ന വിഷയങ്ങളാണ്. ആനുകാലികമായി ചെറുപ്പക്കാർ എന്ത് തീരുമാനമെടുക്കുന്നോ ആ ചെറുപ്പത്തിൻ്റെ കൂടെ പോകുന്നതാണ് നല്ല രാഷ്ട്രീയം. വൃദ്ധബുദ്ധികളെക്കാളും നല്ല ബുദ്ധികളായി മിക്കവാറും യുവത്വത്തിൻ്റെ ബുദ്ധി. നമ്മളൊക്കെ വാർദ്ധക്യം ബാധിച്ചവരാണ്, പുതിയ ട്രെൻഡുകൾ അറിയാത്തവരാണ്. എന്നാൽ ശ്രീമാൻ മോദിജി, ആ മോദിജി തീരുമാനമെടുക്കുന്നത് ഈ വൃദ്ധ മനസ്സുകൊണ്ടല്ല. അദ്ദേഹം ഇന്നത്തെ യുവത്വം, ആ യുവത്വത്തെ തിരിച്ചറിഞ്ഞ് അവരുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് അദ്ദേഹം തീരുമാനമെടുക്കുന്നത്. വ്യത്യാസം അവിടെയാണ്. മോദിയെ കണ്ട് പഠിക്കണം. മോദിജി കേന്ദ്രത്തിന്റെ ഓരോ തീരുമാനമെടുക്കുമ്പോഴും ഇവിടുത്തെ BJP മെമ്പറായിട്ടുണ്ടോ, മെയിലിൽ രജിസ്റ്റർ ചെയ്തൊരു നമ്പറാണെങ്കിൽ അവിടുന്ന് ഗ്രൂപ്പായിട്ട് എല്ലായിടത്തേക്കും ആ മെസ്സേജ് എത്തും. മോദിജി എടുത്ത തീരുമാനത്തിന്റെ മെസ്സേജ് എൻ്റെ മെയിലിലേക്ക് വരും. എൻ്റെ ബർത്ത്ഡേക്ക് വരെ കാരണം ഇത് സോഫ്റ്റ്വെയർ വെച്ചിരിക്കുകയാണ്. രാമസിംഗന്റെ ബർത്ത്ഡേ ആണെന്ന് ബർത്ത്ഡേ വിഷസ് അറിയിക്കണം. മോദിജി എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കുന്നത്? അല്ലാണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ വരട്ട് തത്വവാദമൊന്നും അല്ല പറയുന്നത്. യുവത്വത്തിന്റെ ഊർജം എടുത്തുകൊണ്ടാണ് മോദിജി മുന്നോട്ട് പോകുന്നത്. ആ യുവത്വത്തിന്റെ ഊർജം എടുക്കാതെ പോകുന്നവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റുകാരും എങ്ങനെ? ഈ കമ്മ്യൂണിസ്റ്റുകാരിങ്ങനെ എന്താണ് ഈ മൂത്ത് നരച്ചിട്ടും ഇത് പിടിവിടാതെ നിൽക്കുന്നത് കൊണ്ടാണ് അത് കീഴോട്ട് വന്നത്, അതിന്റെ വളർച്ച. അവർക്ക് യുവാക്കളെ വേണ്ടത് തല്ലുകൂടാനും കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് യുവാക്കളെ വേണ്ടത്. ബാക്കി ഞാനും ഇന്റെ തട്ടാനും എന്നുള്ള സംവിധാനമാണ്. ഒട്ടി നിൽക്കുന്നവർക്ക് കൊട്ടാരം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവിടെ താഴെത്തട്ടുള്ളവർക്ക് കുറച്ച് അപ്പത്തിൻ്റെ അംശങ്ങൾ എറിഞ്ഞെറിഞ്ഞ് കൊടുക്കും. അവരെ വെറുതെ വിടില്ല. അവർക്കിപ്പോൾ തൊഴിലുറപ്പിലാണെങ്കിലും ശരി, കോപ്പറേറ്റീവ് ബാങ്കിലാണെങ്കിൽ ശരി, അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ശരി, അത് ചെയ്തു കൊടുക്കും. അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾ കൃത്യമായിട്ടും താഴെത്തട്ടിൽ എത്തിക്കുന്ന സംവിധാനമാണ് CPM-നുള്ളത്. അതിന് റേഷൻ ആയിട്ടാണെങ്കിൽ ശരി അവരെത്തിക്കും. മറിച്ച് ഇത്രയധികം പോളിസികൾ ഇറക്കിയ, ഇത്രയധികം പദ്ധതികൾ ഇറക്കിയ മോദിജിയുടെ എത്ര പദ്ധതി ഈ കേരളത്തിൽ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? എത്ര സർവീസ് സെന്റേഴ്സ് ഉണ്ട് ഈ BJP-ക്ക്? ഈ വിവിധ പദ്ധതികളെക്കുറിച്ച് കൃത്യമായി ജനങ്ങൾക്ക് അറിവ് കൊടുക്കാനും ജനങ്ങളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള ആശയം ഞാനാണ് ആദ്യമായിട്ട് BJP-യിൽ പറയുന്നതും. അങ്ങനെ കോഴിക്കോട് ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. പക്ഷേ അതിൻ്റെ ആയുസൊക്കെ 1 മാസം പോലും ഉണ്ടായിരുന്നില്ല. അതോടുകൂടി അത് പോവുകയും ചെയ്തു. അപ്പം ഈ നാട് ഓടുമ്പം അതിൻ്റെ നടുവിൽ തന്നെ ഓടണം. അത് ഓടാത്തവർക്കൊക്കെ പരാജയം സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ വളർന്നു. എവിടെയാണ് ഈ വളർച്ച? ആരാണ് വളർത്തിയത്? എങ്ങനെയാണ് വളർച്ച ഉണ്ടാവുന്നത്? ഈ വളർച്ചയ്ക്ക് ഘടകം തന്നെയാണ് ഈ പറയുന്ന ആധുനിക സംവിധാനങ്ങൾ. അങ്ങനെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടിയ ഒരു വ്യക്തിയുണ്ട് തിരുവനന്തപുരത്ത്,
പണിക്കര്. ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയതിൽ ഈ സന്ദീപ് വാര്യരെ പോലെ രാഷ്ട്രീയത്തിലില്ലാതെ ബി ജെ പിയിലില്ലാതെ ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബി ജെ പിക്കാരനല്ലാത്ത എന്നാൽ സംഘി എന്നുള്ള വിളി ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള സാക്ഷാൽ പണിക്കരെ, ആ പണിക്കരെ വരെ തുരന്നു നമ്മുടെ നേതാക്കന്മാർ. സാക്ഷാൽ സുരേന്ദ്രൻ ഏത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എന്നും തെറിവിളി കേൾക്കുന്ന പണിക്കര്, ആ പണിക്കരെ ആക്കിയ ആളാണ് സുരേന്ദ്രൻ. അപ്പൊ ഏതൊക്കെ വഴിയിലൂടെ ഇതിന്റെ വളർച്ചയെ നിരുത്സാഹപ്പെടുത്താൻ പറ്റും, മുടക്കാൻ പറ്റും എന്ന് തീരുമാനമെടുക്കുന്ന വ്യക്തികളാണ് ഈ പറയുന്ന ഞങ്ങൾ. ഞങ്ങളുടെ പ്രവർത്തകരാണ്. ആ പ്രവർത്തകരുടെ മനസ്സൊക്കെ നിൽക്കുന്നത് ഇവരിലൊക്കെ തന്നെയാണ്. സത്യം പറയാലോ, ഞാൻ സന്ദീപ് വാചസ്പതിയെ കണ്ടിട്ട് കുറേ കാലമായി. എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹം ഒന്ന് സംസാരിക്കുമ്പോഴൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വാചസ്പതി. ഇപ്പൊ കാണാനേ ഇല്ലെന്നേ. ഞാൻ തമാശ പറഞ്ഞു, നിങ്ങൾ കാണാറുണ്ടോ? ഞാൻ കണ്ടു കുറേ കാലമായി. അദ്ദേഹം ആലപ്പുഴയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്തൊരു വൈബായിരുന്നു. ആ മനുഷ്യരൊക്കെ എവിടെ പോയി? ഞാനിവിടെ ബി ജെ പിയിൽ വരുമ്പം എൻ്റെ കൂടെ ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ, ഞങ്ങൾ പേര് പറയുന്നില്ല, പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിൽ അവർക്ക് വേണ്ടി സംസാരിച്ചിട്ട് പിന്നെ ഇപ്പം നിൽക്കുന്ന നിലപാട് പോലും ഇല്ലാതെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു നന്നായി സംസാരിക്കുന്നത്. അവരൊക്കെ വീട്ടിലിരിപ്പുണ്ട് പൊടിയും തട്ടിയിട്ട്. വീട്ടിരിപ്പുണ്ട്. ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ എവിടെയും ഇല്ലാതെ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നു, ചീത്തപ്പേര് കിട്ടി, എന്നിട്ട് വീട്ടിൽ ചുമ്മാതിരിക്കുക. നല്ല പ്രവർത്തിക്കേണ്ടുന്ന ബുദ്ധികൾ ഞാൻ മുഴുവൻ കാര്യങ്ങൾ പറയുന്നില്ല. കാരണം ഈ ഇലക്ഷൻ്റെ വക്കത്ത് നിൽക്കുമ്പം ഇനി ഞാനായിട്ട് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ അനുഭവിച്ച ഇത് മാത്രമൊന്നുമല്ല, ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല. സ്പഷ്ടമായ രേഖകൾ ഉണ്ടായിട്ട് ഞാനത് പുറത്ത് വിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നെ ചില ഗുരുക്കന്മാർ പറഞ്ഞു, വേണ്ട, വീട്ടേക്ക്, അത് പോട്ടെ, മറന്നേക്ക് എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഉണ്ടായിരുന്ന തൊഴിൽ പോലും നഷ്ടപ്പെട്ടവരാ. കാരണം ഇന്ന് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ സിനിമയിലെ നിർമ്മാതാക്കൾ കൂടുതലും കമ്മ്യൂണിസ്റ്റുകാരും മാപ്പിളമാരും ഒക്കെയാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഞാൻ 1999 തുടങ്ങിയ 25 വർഷമായിട്ടും എൻ്റെ ജീവിതമാർഗം സ്റ്റുഡിയോ തന്നെയായിരുന്നു. ഒരു വർഷം 2-3 സിനിമകളുടെ പോസ്റ്റ് ഷൂട്ടിംഗ് വർക്കുകൾ എൻ്റെ സ്റ്റുഡിയോയിൽ നടന്നിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം എൻ്റെ മെഷീനുകളൊക്കെ തുരുമ്പെടുത്ത് പോവുകയും ചെയ്തു. സംഖ്യയായി പോയില്ലേ. സംഖ്യയ്ക്ക് പിന്നെ ജീവിക്കാൻ അവകാശമില്ല. കാരണം സംഖ്യയടുത്തേക്ക് പിന്നെ ആരും വരില്ല. പുറത്ത് മാത്രം ഉണ്ടാവും സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ട്, പറ്റിച്ചിട്ടുണ്ടെന്നൊക്കെ. ഉള്ള തൊഴിൽ പോലും നഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ട് നുണയല്ല, സത്യമാണ് പറയുന്നത്. എന്നെ അടുത്തവർക്ക് അറിയുന്നവർക്കൊക്കെ അറിയാം. ഗ്രേഡിങ്ങോ എഡിറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ചെയ്താൽ 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ഒരു സിനിമയ്ക്ക് ചാർജ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. തുരുമ്പെടുത്ത മെഷീനുകളുമായിട്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ചാണകസംഖ്യ എന്നുള്ള വിളിയും സോഷ്യൽ മീഡിയയിലെ കുത്തുവാക്കുകളും തള്ളയ്ക്ക് വിളിയും തന്തയ്ക്ക് വിളിയും
എന്തിനു വേണ്ടിയാ? ഈ ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട്, ഈ പറഞ്ഞ തീവ്രവാദികൾക്കെതിരെ ശബ്ദിക്കുന്നത് കൊണ്ട്, ഈ പറയുന്ന ഭീഷണി ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളാണ് ഞാൻ. സെൻട്രൽ ഇൻ്റലിജൻസും സ്റ്റേറ്റ് ഇൻ്റലിജൻസും വന്ന് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്ക് സഞ്ചരിക്കരുത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭീഷണിയല്ല നിങ്ങൾക്കുള്ളത്. അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു ഹെൽപ്പും ഇല്ലാതെ, ആരുടെയും സപ്പോർട്ടും ഇല്ലാതെ ഈ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ശബ്ദിക്കുന്നത്. രാഷ്ട്രീയത്തിൻ്റെ സഹായമല്ല, ഒരു സഹായമില്ലാതെ ഈ വാർദ്ധക്യത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളൊക്കെ. ഇപ്പം ഞാൻ തികച്ചും സ്വതന്ത്രനാണ്. ഒരു പ്രൈമറി മെമ്പർഷിപ്പ് പോലും BJP ഞാൻ എടുത്തിട്ടില്ല. അപ്പം എനിക്ക് സംസാരിക്കാന്നേ, ഞാനൊരു സ്വതന്ത്ര ധർമ്മവാദിയാണിപ്പോൾ. എനിക്കിപ്പം BJP നേതാക്കളെ ഭയപ്പെടേണ്ട കാര്യമില്ല, സുരേന്ദ്രനെ ഭയപ്പെടേണ്ട കാര്യം എനിക്കില്ല. രാഷ്ട്രീയത്തിൻ്റെ ഒരു അച്ചാരവും ഞാൻ മേടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ചുറ്റുമുള്ള സാധാരണ മനുഷ്യർ പറയുന്നത് എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി വെക്കുള്ളൂ. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ പറയുന്നുണ്ട് ഞങ്ങളുടെ കീഴിൽ ഇന്ന് പല നേതാക്കളും സന്ദീപ് വാര്യർ വിഷയത്തിൽ വന്നിട്ട് പറയുന്നത്, ഈ പറയുന്ന ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു കസേര കിട്ടാത്ത കസേര പെറുക്കികളായിട്ടുള്ള ആളുകളെ, അത്തരം ആൾക്കാരെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? എത്ര പേര് കൊണ്ടുവന്നിട്ടുണ്ട്? പേര് പറയൂ. അടുത്ത കാലത്ത് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തിത്വങ്ങളുടെ പേരൊന്ന് പറയൂ, അടിസ്ഥാന ഘടകത്തിൽ നിന്ന്. അങ്ങനെയുള്ളവരല്ലല്ലോ നേതാക്കൾ. ഇന്നലെ വന്ന ആളുകളല്ലേ കോൺഗ്രസ് നിന്ന് വന്നവർ, CPM വിട്ട് വന്നവർ, അവരെ കൊണ്ടല്ലേ ഇപ്പം നിറഞ്ഞിരിക്കുന്നത് മേൽത്തട്ട്. അവരെ തട്ടി മാറ്റിയിട്ട് ഈ താഴേക്കടകളുള്ള ആൾക്ക് മേലോട്ട് കയറാൻ പറ്റുമോ? ഇങ്ങനെ പോയാൽ വീണ്ടും CPM നിന്ന് ആൾക്കാർ വരും, കോൺഗ്രസ് നിന്ന് ആൾക്കാർ വരും. അപ്പം ഈ താഴെ വർഷങ്ങളായിട്ട് 30-40 വർഷങ്ങളായിട്ട് വെള്ളം കോരുന്നവൻ എന്ത് കിട്ടും? ഈ ചാനലിൽ വന്നിട്ട് ധർമ്മം വിളിച്ച് പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ധർമ്മവാദികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അടിസ്ഥാന തലത്തിൽ വോട്ട് കിട്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വോട്ട് കിട്ടുന്നത് ഈ BJP നേതാക്കളുടെ കേമം കൊണ്ടാണെന്ന് പറയുന്നതിൽ വലിയ അത്ഭുതം തോന്നുകയാണ്. ഏത് നേതാവിൻ്റെ കേമം കൊണ്ടാണ് ഈ വോട്ട് കൂടിയത്? ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട്, കൃത്യമായിട്ട് ധർമ്മ സദസ്സുകൾ, അതിൽ സന്യാസി സമൂഹമുണ്ട്, മനസ്സിലാക്കണം. സന്യാസി സമൂഹമുണ്ട്, സനാതന ധർമ്മവാദികളുണ്ട്. അത്തരത്തിൽ ഹൈന്ദവ സമൂഹത്തെ ഒരുമിപ്പിക്കാൻ നടക്കുന്ന നൂറുകണക്കിന് സംഘടനകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് BJPയുടെ വോട്ട് ഷെയർ കൂടുന്നത്. അത് ഹൈന്ദവ വോട്ടിന്റെ ഏകീകരണമാണെന്ന് ശ്രീമാൻ സുരേന്ദ്രൻ മനസ്സിലാക്കണം, നേതാക്കന്മാർ മനസ്സിലാക്കണം. അതല്ലാതെ നിങ്ങളുടെ പ്രവർത്തനത്തിന് കൊണ്ട് മാത്രം വളർന്നു വലുതാകുന്ന ആ വോട്ട് ഷെയർ ഉണ്ടല്ലോ, ആണെന്ന് ധരിക്കരുത്. അതിൻ്റെ പിന്നിൽ ഈ പറയുന്ന BJP നേതാക്കളുടെ വിയർപ്പിനൊപ്പം തന്നെ ആരും അറിയാത്ത എവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ ഉദ്ധരിക്കാൻ നടക്കുന്ന സന്യാസിമാരുടെയും സ്വതന്ത്ര പ്രവർത്തകരുടെയും പ്രവർത്തനത്തിന്റെ ഫലം കൂടിയാണ് ഈ പറയുന്ന വോട്ട് ഷെയർ. അതല്ലാതെ ഇവിടുത്തെ നേതാക്കന്മാരുണ്ടാക്കുന്ന വോട്ട് ഷെയർ അല്ലാതെ ആ ബോധ്യമുണ്ടാവണം. അപ്പൊ അത്തരത്തിൽപ്പെട്ട ആളാണ് പണിക്കരൊക്കെ സംസാരിക്കുന്നത് പോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഒന്നും വേണ്ട. ഇപ്പൊ ഈ
വഖഫ് ബോർഡിന്റെ വിഷയത്തിൽ പണിക്കര് സംസാരിച്ചതുപോലെ ഒരൊറ്റ നേതാക്കൾക്ക്, ഈ BJP നേതാക്കൾക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? നടക്കില്ല. അത് വേറെ തലച്ചോറാണ്, അതൊരു കമ്പ്യൂട്ടറാണ് പണിക്കര്. ആ കമ്പ്യൂട്ടറിന് വെല്ലാനുള്ള കമ്പ്യൂട്ടർ ഇന്ന് BJP ഇല്ല. അത്തരം ആൾക്കാരെ അത്ഭുതം തോന്നിയിട്ട് എനിക്കുണ്ട്. അത്തരം ആൾക്കാരെ ആക്രിയെന്ന് വിളിച്ച് അവർക്കൊക്കെ നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം നിങ്ങളുടെ ഇവിടുത്തെ നേതാക്കന്മാരുടെ തിണ്ണ നിറങ്ങിയിട്ടല്ല പണിക്കര് ഈ ലോകത്ത് അറിയപ്പെടുന്ന വ്യക്തിയായത്. മനസ്സിലാക്കണം. BJP നിന്ന് സഹായം മേടിച്ചിട്ടല്ല അദ്ദേഹം ഈ പ്രധാനമന്ത്രിക്ക് വേണ്ടി സംസാരിച്ചത്. പ്രധാനമന്ത്രിയുടെ മുന്നേറ്റത്തെക്കുറിച്ച് സംസാരിച്ചത്, ഇവിടത്തെ സാമ്പത്തിക നിലയെക്കുറിച്ച് സംസാരിച്ചത്, വഖഫിനെ കുറിച്ച് സംസാരിച്ചത്. അങ്ങനെയുള്ളവരുടെ പ്രവർത്തനം ഈ പറയുന്ന വോട്ട് ഷെയർ ഹൈക്ക് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം. അതല്ലാതെ ഇവിടുത്തെ നേതാക്കന്മാരുടെ മിടുക്ക് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ 8-ൽ നിന്ന് 10 ആയില്ലേ, 10-ൽ നിന്ന് 15 ആയില്ലേ, 15-ൽ നിന്ന് 20 ആയില്ലേ, ഇതാ ഞങ്ങൾ ഇപ്പം 30-ലേക്ക് എത്തും. ഇത് പ്രവർത്തനം കൊണ്ട് മാത്രമാണ് എന്ന് ധരിക്കരുത്. അതിൽ ഈ യുവത്വങ്ങളുടെ ശബ്ദത്തിന് ഒക്കെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അത്തരം ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ആരുടെ പരാജയമാണ്? അപ്പുറത്ത് നിൽക്കുന്ന പത്മജയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വലിയ മിടുക്കൊന്നും വേണ്ട. അതിന് അധികാരത്തിന്റെ ചെറിയ കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുത്താൽ ആരും വരും. അതേസമയത്ത് ഇപ്പുറം നിന്ന് പടിപടിയായി കയറി വന്നവരെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ ശബ്ദത്തിന് തുല്യമായിട്ടുള്ളൊരു ശബ്ദം പിന്നെ ഉണ്ടായി വരണമെങ്കിൽ കുറച്ച് കാലമെടുക്കും. ഇവിടുത്തെ നേതാക്കൾ മനസ്സിലാക്കണം. നമുക്ക് കേൾക്കാൻ ഇമ്പമുള്ള കുറെ ശബ്ദങ്ങളുണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ. ആ ശബ്ദങ്ങളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നിങ്ങളൊന്നും ആർക്കും കേൾക്കാൻ താല്പര്യമില്ലെന്നേ. എന്നെ നിങ്ങളെയൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അത് മനസ്സിലാക്കണം. അവരെ കേൾക്കാനാണ് ജനങ്ങൾക്ക് താല്പര്യമെങ്കിൽ അവരെയാണ് മുന്നിൽ നിർത്തേണ്ടുന്നത്. ഈ കാല് മുടന്തിയിട്ടുള്ള കുതിരകളല്ല മുന്നിൽ ഓടേണ്ടത്. ശക്തിയുള്ള കുതിരകൾ മുന്നിൽ ഓടണം. ആ ശക്തിയുള്ള കുതിരകൾ മുന്നിൽ ഓടുമ്പോഴാണ് ഏത് പ്രസ്ഥാനവും ശരവേഗത്തിൽ മുന്നോട്ട് കുതിക്കുക. ഇല്ലെങ്കിൽ ഈ പറയുന്ന പിന്നിലെ ആൾക്കാർ കൊഴിഞ്ഞു പോകും. അതാരും അറിയില്ല. പ്രശസ്തര് കൊഴിഞ്ഞു പോകുമ്പോൾ ആൾക്കാർ അറിയും. പിന്നിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നവരെ ആരും ശ്രദ്ധിക്കില്ല, ആരും അറിയില്ല. അവരുടെ കൊഴിഞ്ഞു പോക്കുന്ന ഈ ചൂണ്ടുവിരലിന്റെ അറ്റത്താണ്. അവരങ്ങ് മാറ്റി വോട്ട് ചെയ്യും. ഈ കഴിയുന്ന 30%, 35% അല്ലേ BJPക്ക് യഥാർത്ഥത്തിലുള്ളത്. 40% വരെ വോട്ടുണ്ടാക്കാവുന്ന മേഖലകൾ കൃത്യമായിട്ട് കേരളത്തിലുണ്ട്. നേതാക്കന്മാർക്ക് അറിയില്ല എന്നുള്ളൂ, ജനങ്ങൾക്കറിയാം. പക്ഷെ അവിടെ വേണ്ടുന്നവരെ മുന്നിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാലേ താല്പര്യമുള്ളൂ. അല്ലാതെ ഈ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വീണ്ടും 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 ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്താൽ നത്തിങ് ഗോയിങ്. ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ചോര തൊടിക്കുന്ന മുഖങ്ങളെ തന്നെ കൊടുക്കണം. വൃദ്ധന്മാരെ അവോയ്ഡ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ബലമുള്ള വൃദ്ധന്മാരുണ്ടായിരുന്നു. ഇന്ന് അവരുടെ ബലം എവിടെയാ? ഞാൻ പേര് പറയുന്നില്ല. അവരെ ഇല്ലാണ്ടാക്കി. ദുഃഖം കൊണ്ട് പറഞ്ഞു പോകുന്നു. നന്നാവണമെന്നും മനസ്സിൽ ഒരുപാട് കൊതിയുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. സന്ദീപ് വാര്യർ മരിച്ചു. എന്നെ സംബന്ധിച്ചോളം സന്ദീപ് വാര്യർ മരിച്ചു.
ഇനിയിപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ജീവനില്ലാത്ത വസ്തുവായിട്ടാണ് ഞാൻ കാണുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിന് അധികാരം കിട്ടിയേക്കാം, നാളെ MLA ആയേക്കാം, ഒക്കെ ശരി തന്നെ. പക്ഷെ ആദർശം കളഞ്ഞിട്ട് എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? ആദർശമില്ലാതെ എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യം നമ്മളൊക്കെ സാധാരണഗതിയിൽ ഇതൊരു കുടുംബമാണെന്ന് പറയുന്നുണ്ട്. സത്യം, ഞാൻ നിങ്ങളോട് സത്യം ചോദിക്കട്ടെ നേതാക്കന്മാരെ, നിങ്ങളിൽ എത്ര ഗ്രൂപ്പുണ്ട്? BJP എത്ര ഗ്രൂപ്പുണ്ടെന്ന് കേരളത്തിൽ? ഇല്ലയെന്ന് പറയുമായിരിക്കും അല്ലേ? 3 ആയിരുന്നു, 4 ആയിരുന്നു, ഇപ്പം എൻ്റെ അറിവ് 5 ഗ്രൂപ്പുണ്ടെന്നാണ്. ഇത് പൊതുജനം പറയുന്നതാണ്, നിങ്ങളുടെ വക്താക്കൾ പറയുന്നതാണ്, നിങ്ങളുടെ അണികൾ പറയുന്നതാണ്. സാറേ ഇത്ര ഗ്രൂപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചൊരു കുട്ടി പറഞ്ഞതാ, സാറേ 3, 4 ഒന്നല്ലേ, ഇപ്പം 5 ഗ്രൂപ്പുണ്ട്. ഞാൻ അവരെ പേരൊന്നും പറയുന്നില്ല, ഇവിടെ അധികാരത്തിലില്ല. ഒരു സുരേഷ് ഗോപിയേ ഉള്ളൂ പറയാൻ, മുമ്പ് ഒരു MLA. എത്ര ഗ്രൂപ്പുണ്ട്? എന്നിട്ട് നിഷേധിക്കാൻ പറ്റുമോ? ചങ്കിൽ കൈ വെച്ചിട്ട് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഗ്രൂപ്പില്ലാന്ന്? നിങ്ങളെ വിശ്വാസ പ്രമാണങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ ഞങ്ങൾക്കിടയിൽ ഗ്രൂപ്പില്ലാന്ന്? എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ട് ഗ്രൂപ്പ്. അത് അധികാര വടംവലിയുടെ ഭാഗമായിട്ട് CPM-ൽ ഗ്രൂപ്പുണ്ട്, കോൺഗ്രസിൽ ഗ്രൂപ്പുണ്ട്. ഇവിടെ എന്ത് അധികാരത്തിന്റെ പേരിലാണ് ഈ ഗ്രൂപ്പ്? എന്ത് അധികാരമാണ് ഉള്ളത് കേരളത്തിൽ BJP-ക്ക്? എന്ത് നേടാനാണ് ഈ ഗ്രൂപ്പ്? സ്ഥാനങ്ങൾ തന്നെയല്ലേ? ഈ സ്ഥാനങ്ങൾ കൈയടക്കാൻ വേണ്ടി തന്നെയല്ലേ ഗ്രൂപ്പ്? പിന്നെ ഈ സന്ദീപ് വാര്യരെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? കഴിയുമോ? നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറ. പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കിയത്, സന്ദീപ് വാര്യരെക്കാളും കൂടി ചീത്തപ്പേരുണ്ടാക്കിയത് സുരേന്ദ്രനല്ലേ? സംശയമുണ്ടോ? നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ജനങ്ങൾക്ക് സംശയമില്ല. വെറുതെ പുക പോലെ പൊന്തി വന്നൊന്നുമല്ല കുഴൽപ്പണ ഇടപാടും ഈ വിഷയങ്ങളൊക്കെ. അതൊക്കെ ഇപ്പോഴും വായുവിൽ തന്നെയുണ്ട്. ജനങ്ങൾ സംശയിക്കുന്നു നീക്കുപോക്കുകൾ ഉണ്ടോ എന്ന്. എങ്ങനെ സംശയിക്കാതിരിക്കും? തലച്ചോറുള്ളവരാണ് പൊതുസമൂഹം. അവർ സംശയിച്ചാൽ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുമോ? എല്ലാവരും ചോദിക്കുന്നു, എന്തുകൊണ്ട് പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടുന്നില്ല? പിണറായി വിജയന്റെ മകൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഈ കേസുകൾ സെൻട്രൽ ഏജൻസി ഏറ്റെടുത്തിട്ടും അനങ്ങാതെ കിടക്കുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ ഇതിനൊക്കെ ടാപ്പ് വെച്ച് ഒട്ടിച്ച് ഇല്ലാതാക്കാൻ പറ്റുമോ? ഇല്ല. വ്യക്തമായ മറുപടി പറയാൻ ആർക്ക് കഴിയും? പറയണ്ടേ? പഴയ കാലമല്ല, പുതിയ കാലമാണ്. ജനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ജനങ്ങൾ അടക്കം പറയുന്നുണ്ട് ഓലൊത്ത് കളിയാ. ഇപ്പൊ അങ്ങനെ തന്നെ അല്ലേന്നേ. കോൺഗ്രസിലെ ആൾക്കാർ മുഴുവൻ BJP-യിലേക്ക്, BJP-യിലെ കുറെ ആൾക്കാർ കോൺഗ്രസിലേക്ക് പോകുന്നു. അങ്ങോട്ട് ഇടത്തേക്കാലം മന്തെടുത്ത് അങ്ങോട്ട് വയ്ക്കുന്നു, വലത്തേക്കാലം മന്തെടുത്ത് ഇടത്തോട്ട് വയ്ക്കുന്നു. ഇടത്തേക്കും വലത്തേക്കും മന്ത് മാറ്റുക എന്നല്ലാതെ വളരുന്നുണ്ടോ? അതാണോ നല്ല രാഷ്ട്രീയം?
സമൂഹം ഇത് കാണുന്നില്ലേ? ഇവിടെ ആകെ രണ്ടിടമേ ഉള്ളൂ. ഇപ്പം BJP വിട്ടാൽ സന്ദീപ് വാര്യർക്ക് പോകാൻ പറ്റുന്നത് രണ്ടിടമേ ഉള്ളൂ. ഒന്ന് CPM അല്ലെങ്കിൽ കോൺഗ്രസ്. വേറെ അങ്ങോട്ട് പോകും? അദ്ദേഹത്തിൻ്റെ ധർമ്മത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന, ആശയങ്ങളോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന വേറൊരു ഇടമില്ല. അപ്പോൾ ഉള്ളതിൽ ഭേദം ഏതെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയി, കോൺഗ്രസിലേക്ക് പോയി. ഉള്ളതിൽ ഭേദമെന്ന് പറയാൻ പറ്റില്ല. CPM പോയാൽ ഉണ്ടാവുന്ന അവസ്ഥ ഏതായാലും ചീത്തപ്പേരിലാണ് വാര്യർ പോകുന്നത്. ചീത്തപ്പേരിന് പോകുമ്പം ലാഭമുള്ളിടത്തേക്ക് പോകുന്നതാണ് ബെറ്റർ. കാരണം അടുത്ത ഇലക്ഷനിൽ CPM ഉണ്ടാവില്ല, CPM മൂക്കും കുത്തി താഴെ വീഴും എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അധികാരം ലഭിക്കാൻ പോകുന്ന സ്ഥലത്തേക്കല്ലേ വാര്യർ പോകേണ്ടത്? വാര്യർ തിരഞ്ഞെടുത്തു. നല്ലത്. നമുക്കങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നല്ല കസേര കിട്ടിപ്പോയി. അങ്ങനെ പോകും കുറെ. നാളെ ആരൊക്കെ പോകുന്ന ആര് കണ്ടു? ആർക്കും വേണം പോവാ. രാഷ്ട്രീയത്തിൽ ഇപ്പം അങ്ങനെയാണല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് ചാടുക, അവിടുന്ന് ഇങ്ങോട്ട് ചാടുക. ബാക്കി ചോദ്യങ്ങളൊന്നുമില്ല. ഇന്നലെ വരെ നമ്മുടെ പിണറായിയെ പുറഞ്ചം അടിച്ച് തെറി വിളിച്ചവൻ ഇന്ന് പിണറായിയുടെ കീഴിൽ നിന്നിട്ട് പിണറായി അവന് ഇത്രയും നല്ല കുട്ടി വേറെ ഉണ്ടോ? ഇതേപോലൊരു മഹാനായ കുട്ടി വേറെ ഉണ്ടോ? ഈ കുട്ടിയാണ് കുട്ടി. ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക. ആരാ? പിണറായി വിജയൻ. ഇന്നലെ വരെ പിണറായിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ച ആൾക്കാരായി വരും അല്ലേ? നാളെ സന്ദീപ് വാര്യർ എന്താ ചെയ്യുന്നത്? പിന്നെ പറഞ്ഞില്ലേ, സ്നേഹത്തിൻ്റെ പൂക്കടയിലേക്കാണ് കയറിയത്. ഈ കടയായിരുന്നു നല്ല കട. ദൈവമേ, ഈ കട പോലത്തെ കട എനിക്ക് നേരത്തെ കിട്ടിയില്ലല്ലോ എന്ന് നാളെ സന്ദീപ് വാര്യർ പറയും. അവിടുത്തെ കോൺഗ്രസ്സുകാർ പറയും, എന്തൊരു പൊന്നാര മോനാണ്, ഇങ്ങനെ വർഗീയതയില്ലാത്തൊരു മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതാണ് മോൻ, മതേതര മോൻ. ഈ മതേതര മോനെ ഞങ്ങൾക്ക് കിട്ടിയത് എന്തൊരു ഭാഗ്യമായി എന്ന് കോൺഗ്രസ്സുകാർ പറയും. ഇതാണ് രാഷ്ട്രീയം. BJPക്കാർ പത്മജിയെ കുറിച്ച് പറയുന്നില്ലേ? അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മാറുമ്പം കുറച്ച് സമയമെങ്കിലും എടുക്കും. ഞാൻ 1985 വരെ തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഒരു 20 ദിവസമാണ് ആം ആദ്മി, അത് സോഷ്യൽ മൂവ്മെൻ്റ് ആയിട്ട് വന്നപ്പോൾ അതിൻ്റെ കൂടെ 20 ദിവസം ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള കാര്യം മനസ്സിലായപ്പം സലാം ഇട്ടിട്ട് പൂരി ചെയ്യുന്നത്. മനുഷ്യര് താല്പര്യമുണ്ട്. ഈ പറയുന്ന ഇടത് വലതിന് ബദലായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വമുണ്ട്. ആ നേതൃത്വമാവാൻ കഴിഞ്ഞാൽ കൃത്യമായിട്ട് BJPക്ക് 30-35 എന്നല്ല 50 സീറ്റും 60 സീറ്റും കിട്ടും. വിചാരിക്കണം. വിചാരിക്കാതെ കിട്ടത്തില്ല. ഇക്കണക്കിന് പോയാൽ ഉള്ളതും കൂടി പോകും. ഈ കൂട്ടിപ്പിടിച്ച് നിൽക്കാൻ പറ്റും. ഒരു കുടുംബമായിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഞണ്ടാകാതിരുന്നാൽ, ഇങ്ങനെ കയറി വരുന്നവരൊക്കെ വലിച്ച് താഴോട്ടിടുക, തിക്കി താഴോട്ടിടുക ആവാതിരുന്നാൽ മുന്നേറ്റമൊക്കെ ഉണ്ടാവും. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ്. പാലക്കാട് ജയിക്കണേന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. വയനാട്ടിൽ നല്ല വോട്ട് ഷെയർ ഉണ്ടാവണമെന്നേ പ്രാർത്ഥിക്കുന്നത്. മത്സരിക്കുന്നിടത്തൊക്കെ വോട്ടിംഗ് ഷെയർ കൂടണമെന്ന് പ്രാർത്ഥിക്കുന്നവരാ ഞങ്ങളൊക്കെ. എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് കസേരയൊന്നും കിടാൻ നമ്മൾ ആ പാർട്ടിയിൽ ആരുമല്ല, ഒരു മെമ്പർ പോലുമല്ല. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എവിടേക്ക് പോയാലും സീറ്റൊക്കെ കിട്ടും. ഇരിക്കാനുള്ള കസേര എവിടെ പോയാലും കിട്ടും, സഹായം കിട്ടും. അത് കിട്ടാത്തതുകൊണ്ടൊന്നല്ല പോവാത്തത്. ഈ സനാതന ധർമ്മം എന്ന് നാവിൽ ഉള്ളിലും ഒക്കെ എഴുതിപ്പോയി.
അതുകൊണ്ട് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. രാജ്യത്തെ ശിഥിലമാക്കാൻ നടക്കുന്ന ദുഷ്ടശക്തികളോട് പടപൊരുതിക്കൊണ്ടേയിരിക്കണമെന്ന് തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. ഹമാസിന് ജയ് വിളിക്കുന്നവർക്ക് നേരെ ശബ്ദമുയർത്താൻ ശബ്ദമുണ്ടാവണമല്ലോ ഇവിടെ എന്നുള്ളത് കൊണ്ടാണ് ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവരുടെ ശത്രുവായിട്ടുള്ളവരുടെ നാവിൽ നിന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ടാണ്, ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അതിനോടുള്ള അടുപ്പം കൊണ്ടാണ്, ആ ധർമ്മത്തെ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ ഈ നേതാക്കന്മാരുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ല എന്ന് മനസ്സിലാക്കണം. എന്നെപ്പോലെ ആയിരക്കണക്കിന് വ്യക്തികളുണ്ട് അങ്ങനെ ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കണമല്ലോ എന്ന് കരുതി ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഒരു ശാസനം മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ ഒരു വട്ടത്തിലിരുന്ന് ഒന്ന് ശാസിച്ചാൽ മതി. സന്ദീപ് വാര്യരോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ചെയ്ത് മോശമല്ലേ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ലേ? സന്ദീപ് വാര്യർ എന്നോട് പറഞ്ഞതാണ്. ഞാൻ ആ വിവരം പറഞ്ഞപ്പോൾ അതിലൊരു ചെറുവല്ല എനിക്ക് ഞാൻ കൂടെ ഉണ്ടാകുമായിരുന്നു. എന്നെ അവോയ്ഡ് ചെയ്തു. ഞാനിപ്പോഴും പറയുന്നു, രഘുനാഥ് എന്ന് പറയുന്ന പേര് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എത്ര പേർക്ക് അറിയാം? ഇന്ന് നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കാം. നിങ്ങളൊരു ചെറുപ്പക്കാരൻ ചോദിക്കൂ, രഘുനാഥിനെ അറിയോ? അതേ ചോദ്യം സന്ദീപ് വാര്യരെ, സന്ദീപ് വാചസ്പതിയെ, സെൻകുമാറിനെ അറിയോ എന്ന് ചോദിച്ചു നോക്കൂ. വ്യത്യാസം അവിടെയാണ്. ഇപ്പൊ സന്ദീപ് വാര്യർ പോയാൽ സന്ദീപ് വാര്യരുടെ കൂടെ ആയിരക്കണക്കിന് ആൾ പോകുമൊന്നുമില്ല. പക്ഷെ ഒരു ചെറു കൂട്ടം സന്ദീപ് വാര്യരെ അറിയുന്ന, സന്ദീപ് വാര്യരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറു കൂട്ടമുണ്ടാവും. ആ കൂട്ടത്തിനകത്ത് ഒരു മുരളിച്ച ഉണ്ടാവും, ഒരു മൂളലുകൾ ഉണ്ടാവും, ചില അപശബ്ദങ്ങൾ ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കില്ല. കാരണം അവർക്ക് ഈ വാര്യരെ ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ചെറുപ്പക്കാരെ എന്നെ വിളിച്ച് പറഞ്ഞത്, സാറേ സന്ദീപിനോട് സംസാരിക്കുക, സന്ദീപിനെ ഞങ്ങൾ കൂടെ കൊണ്ടു നടക്കാം എന്ന് പാലക്കാട്ടെ കുറച്ച് കുട്ടികളാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. അതുപ്രകാരമാണ് ഞാൻ സന്ദീപിനെ വിളിച്ചത്. അങ്ങനെ കുറെ മനസ്സുകളുണ്ട് അയാളുടെ കൂടെ. അവരാണ് കഷ്ടത്തിലായത്. നേതാക്കന്മാർക്ക് അവർ സഹിച്ചോളും, നോക്കി കണ്ട് നിന്നോ. നാളെ ഒരു കുറ്റങ്ങളാണ്. ഇപ്പം ഇനി സോഷ്യൽ മീഡിയയിൽ കുറ്റങ്ങളാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത് സന്ദീപ് വാര്യർ ഇവിടെ പെണ്ണ് പിടിച്ചു, അവിടെ നിന്ന് പണം മേടിച്ചു, ഇതിങ്ങനെ വരും. അത് പിന്നെ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോഴാണല്ലോ ഈ കുടലിങ്ങനെ എടുത്ത് വിടുക. അതിന് മുന്നേ ആർക്കും ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്കത് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. പറയണമായിരുന്നു. അങ്ങനെ ഒരു തെറ്റ് സന്ദീപ് വാര്യർ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേ പടിയടച്ച് പിണ്ണം വയ്ക്കുമായിരുന്നു. ഇന്ന തെറ്റുകൾ ചെയ്തു, അത് സമൂഹത്തോട് പറയാൻ പറ്റാത്ത തെറ്റുകളാണ്, അതുകൊണ്ട് ഇതാ ഞങ്ങളെ മാറ്റി നിർത്തുന്നു. അതല്ലാതെ പി ശശിയെ കൂടെ നിർത്തിയ പോലെ നിർത്തിയ പിന്നെ എന്ത് രാഷ്ട്രീയം? എന്നിട്ട് പിന്നെ നിങ്ങൾ എന്താണ് ഈ വേശ്യയുടെ ചരിത്ര പ്രസംഗം സംസാരിക്കാൻ പറ്റുമോ? അത് ശരിയാണോ? ഏതായാലും നല്ല പോക്കല്ല, നല്ല രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. അത് നേതൃത്വം ചിന്തിച്ചാൽ നല്ലത്. നമുക്ക് പറയുന്നതിന് ഇപ്പൊ നീ ആരാടാ പറയാൻ? എനിക്ക് പറയാന്നേ, ഈ രാജ്യത്തിൻ്റെ വോട്ടറാണ്, പൗരനാണ്, ഒരു സാധാരണ പൗരനാണ്. എനിക്ക് BJP മറ്റേ CPM കുറ്റം പറയാം, മുസ്ലിം ലീഗിനെ കുറ്റം പറയാം, സുഡാപ്പികളെ കുറ്റം പറയാം, കോൺഗ്രസ്സുകാരെ കുറ്റം പറയാമെങ്കിൽ നിങ്ങളെയും കുറ്റം പറയാം. നിങ്ങളെ കുറ്റം പറയാൻ പാടില്ല, അത് നിയമമൊന്നുമില്ലല്ലോ. എല്ലാവരും പറയുന്നു വളർച്ചയല്ല, പടവലങ്ങ പോലെ താഴോട്ടാണ് പോകുന്നത്.
കാര്യങ്ങൾ മനസ്സിലാക്കി രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് യഥാർത്ഥ നേതൃത്വം. കുമ്മനഞ്ചിയൊക്കെ അവിടെ ഉണ്ടല്ലോ. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. അതിലേറെ ദുഃഖമുണ്ട്. ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്താൻ പഠിക്കണം. അതാണ് നല്ല രാഷ്ട്രീയം. അല്ല അവൻ കസേര ചോദിച്ചു ഇവൻ കസേര ചോദിച്ചു എന്ന് പറഞ്ഞ് തള്ളലല്ല. കസേര കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കണം, മാന്യമായി ഇരുത്തണം. കഴിവുള്ളവർ വരുമ്പം കാലി മടക്കി തൊഴിക്കരുത്. ജനങ്ങൾ ചോദിക്കുന്നുണ്ട് എവിടെ പോയി അവരൊക്കെയെന്ന്. നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പല മഹാരഥന്മാരും വന്നിട്ട് പുറത്തിരിക്കുന്നത്? അതേസമയത്ത് അവരുടെ ഒന്നും വാലയെ കൊട്ടാൻ കൊള്ളാത്ത ആൾക്കാരെ നിങ്ങൾ ആനയിച്ചു കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ് നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെ പൂമാലയിട്ട് സ്വീകരിച്ചു കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ആദർശ ശുദ്ധിയോടുകൂടി ഈ പാർട്ടിയിലേക്ക് വന്നവരെ അവരെവിടെയാണ് നിങ്ങൾ നിർത്തിയിരിക്കുന്നത്? മഴയത്തല്ലേ നിർത്തിയിരിക്കുന്നത് സുരേന്ദ്രൻജി? അങ്ങനെ മഴയത്ത് നിൽക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ജനങ്ങൾ ഉറ്റുനോക്കുന്ന കുറേ നല്ല മനുഷ്യരുണ്ട്. അവരിപ്പോഴും മഴയത്ത് തന്നെ നിൽക്കുകയാണ്. അവർ കൂടാരത്തിനകത്തേക്ക് കയറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് കാലമൊന്നും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. മാറ്റങ്ങളുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അടിസ്ഥാന വർഗ സമൂഹം ഉണ്ടല്ലോ, ഇതിൻ്റെ വേരുകൾ, ആ വേരുകളിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കി തുടങ്ങും. അങ്ങനെ ആ വേരുകൾ ശബ്ദം ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുന്നേ സ്ട്രെങ്ത് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഇതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും. ഇന്ന് കേരളത്തിൽ പാലക്കാട് ഏറ്റവും വലിയ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. CPM നട്ടലില്ലാത്തൊരു സ്ഥാനാർത്ഥി ഇന്ന് സന്ദീപ് വാര്യരെ പോലെ ചാടിക്കയറി വന്ന ഒരു സ്ഥാനാർത്ഥി. ഇപ്പുറത്ത് അതിനേക്കാൾ പ്രശ്നമുള്ള കോൺഗ്രസിന്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ സന്ദീപ് വാര്യരെ മാറ്റി നിർത്താൻ പാടില്ലായിരുന്നു. അത് അവിടെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നാലാൾ അറിയും മുമ്പ് അവിടെ അത് തീർക്കാൻ മനസ്സ് വെക്കണമായിരുന്നു. അതിന് ഗൗരവത്തോടെ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തത് തെറ്റാണെന്ന് അയാളെ വാൺ ചെയ്യാനുള്ള മനക്കരുത്തുണ്ടാവണമായിരുന്നു. ഇല്ലെങ്കിൽ ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് പറയാം ഇതൊന്നും ഒരു പ്രശ്നമല്ല, ജയിക്കണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ തോറ്റുപോയാൽ ജനങ്ങൾ ഇതൊക്കെ പറയും. അപ്പൊ സുരേന്ദ്രനെ എവിടെ ഓടി ഒളിക്കാനൊന്നും പറ്റില്ല. നേതാക്കന്മാർക്ക് എവിടെ ഓടി ഒളിക്കാൻ പറ്റില്ല. ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെയായിരുന്നോ തീരേണ്ടുന്നത് എന്ന് ജനം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർക്ക് സന്ദീപ് വാര്യർ 4 ചീത്ത പറഞ്ഞാൽ അവരുടെ ക്ഷോഭം അടങ്ങിയേക്കാം. അതുകൊണ്ട് ഉണ്ടായ നഷ്ടം ഇല്ലാതായി പോകുന്നില്ല. അധികാരമോഹി, വഞ്ചകൻ, അങ്ങനെ വിളിച്ചോണ്ട് ഞാൻ കാണുന്നുണ്ട് ഫേസ്ബുക്കിലും ഒക്കെ. വഞ്ചകൻ, ഞാനും വിളിക്കാം വഞ്ചകൻ തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. കാരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വഞ്ചിക്കരുത്, വഞ്ചിച്ചു, വഞ്ചകൻ എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അങ്ങനെ വിളിച്ചതുകൊണ്ട് എന്ത് കാര്യം? അയാളെ പാടായി, അയാൾ പോയി. ഒരു നേതാവിന് അധികാരം ആവശ്യമുള്ളിടത്ത് അധികാരം പ്രയോഗിക്കണം. അതേപോലെ ഒരു സ്റ്റേറ്റിൽ അധികാരം ഉണ്ടാവേണ്ടിടത്ത് അധികാരം ഉണ്ടാക്കിയെടുക്കണം. അതാണ് രാഷ്ട്രീയം. അധികാരമില്ലാത്തിടത്തോളം ഈ നമ്മുടെ എന്താ പറയുക, അതിന് പൊയ്ക്കുതിരകളാണ്. ജീവനില്ലാത്ത കുതിരകളെ കെട്ടി എഴുന്നള്ളിക്കുന്നുണ്ടല്ലോ. കാഴ്ചയ്ക്ക് ഭയങ്കര ഭംഗിയാണ്, പക്ഷെ അത് യഥാർത്ഥ കുതിരയായിട്ട് മാറില്ല ഒരിക്കലും. കാഴ്ചയിലേ കാണുള്ളൂ. അങ്ങനെ പൊയ്ക്കുതിരകളായി മാറാതെ ഇരിക്കട്ടെ ഇവിടുത്തെ
BJP നേതൃത്വം എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഈ പൊയ്ക്കുതിരകളെ കെട്ടി ആഘോഷിച്ച് കൊണ്ടു നടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി ഏറ്റവും താഴേക്കുള്ള പൾസ് അറിയാൻ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും അടിസ്ഥാനമായിട്ട് പോകുന്ന ആളാണ്. ഏറ്റവും താഴെ ഉള്ള മനുഷ്യരുമായിട്ട് ബന്ധമുള്ള ആളാണ് ഞാൻ. എനിക്കറിയാം. ഇവിടുത്തെ അമ്മമാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയുന്നുണ്ട്, എന്താ മക്കളെ ഇങ്ങനെയെന്ന്, എന്താ മക്കളെ ഇങ്ങനെയെന്ന്. ഞാൻ സുരേഷ് ഗോപിയോട് തൃശ്ശൂർ മത്സരിക്കരുത് എന്ന് പറഞ്ഞത് തോറ്റു പോകുന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള കുറേ ഘടകങ്ങളുണ്ടാക്കി. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. മീഡിയ വണ്ണും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടി ശരിക്ക് അവരുടെ സഹായം കൊണ്ട് ഈ തൃശ്ശൂരിലെ ജയത്തിന് ക്രിസ്ത്യാനികളെയും CPMകാരെയും ഈ മീഡിയ വണ്ണിനെയൊക്കെ ശരിക്കും നമ്മൾ ശ്ലാഘിക്കണം. കാരണം അത്രമേൽ കരുണ, ജനങ്ങളുടെ കരുണ ഉണ്ടാവാൻ വിധത്തിൽ ഈ മീഡിയ വണ്ണും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ആ പച്ചയായ മനുഷ്യനെ ഇങ്ങനെ കീറി മുറിച്ചിട്ടുണ്ട്. അങ്ങനെ ആ മുറിവേറ്റ് യേശുക്രിസ്തുവിൻ്റെ, ഈ ക്രൂശിതരായ യേശുക്രിസ്തുവിൻ്റെ ദേഹത്തുകൂടെ ഒഴുകി വരുന്ന രക്തം കണ്ടിട്ട് ഉണ്ടാകുന്ന അനുകമ്പ പോലെ പൊതുസമൂഹം സുരേഷ് ഗോപി അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. മാതാവിന് അതിൽ ചെറിയ പങ്കൊന്നുമല്ല, വലിയ പങ്കുണ്ട്. അത് BJPക്കാർ മനസ്സിലായില്ല. ആ വിജയം ഇങ്ങനെ കൊണ്ടാടുന്നിട്ട് ഞങ്ങൾ അവിടെ ജയിച്ചില്ലേ, ഞങ്ങൾക്ക് ഇവിടെ സീറ്റ് കിട്ടിയില്ല. വെറും ഒരു BJPക്കാരനായിട്ട് സുരേഷ് ഗോപി മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കില്ലായിരുന്നു. എന്തായാലും ഇന്ന് ചെറുതല്ലാത്ത വിഷമം ഈ പറയുന്ന സമൂഹത്തിനുണ്ടായിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾക്കുണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ നമുക്ക് എന്താ പറയുക, ഈ ആ ദുഃഖത്തിൽ പങ്കുചേരണം. നമുക്ക്, എനിക്കും അത്രേ പറ്റുള്ളൂ. കൊതിച്ചു ഞാൻ എങ്ങനെയെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ശ്രമിച്ചു. ഞാൻ എന്നെക്കൊണ്ടാവുന്ന ഇത് ശ്രമിച്ചു, പക്ഷേ സംഭവിച്ചില്ല. അത് നമുക്ക് പോയി, നഷ്ടമായി, അദ്ദേഹത്തിനും നഷ്ടമായി. നഷ്ടം BJPക്ക് മാത്രമല്ല, ഈ പറയുന്ന സന്ദീപ് വാര്യർക്കും നഷ്ടമായി. ആ നഷ്ടത്തിൽ നമുക്ക് ദുഃഖം, ആ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. ഇനിയുള്ളവരെയെങ്കിലും കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാൻ ഈ നേതൃത്വത്തിന് ബുദ്ധി ഉണ്ടാവട്ടെ, കഴിവുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എന്നെ പുറത്താക്കേണ്ട കാര്യമില്ല. ഞാൻ പുറത്തേക്ക് പോയ ആളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ സുരേന്ദ്രനോ ആരെങ്കിലും ഈ പറയുന്ന ഈ സംസ്ഥാന സമിതി എന്നും പറഞ്ഞിട്ട് എന്നെ ഇട്ടിട്ട് അതിൻ്റെ ഒരു തുണ്ട് കടലാസ്, അതല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് വിളിച്ചോ രേഖ കാണിക്കുകയാണെങ്കിൽ ഞാൻ എവിടെയാണ് വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞത്. വെറുതെ പറയുന്നല്ല, അങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട ഒരുപാട് പേരുണ്ട്. പിന്നെ എന്തുകൊണ്ട് പോകുന്നില്ല? അത് ഞാൻ നേരത്തെ പോലെ ധർമ്മത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് പോകുന്നില്ല. അല്ലാതെ ഈ രാഷ്ട്രീയ കക്ഷിയിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അത് കിട്ടില്ല എന്നറിയാം. എത്രയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അത്രയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന കണക്കും എനിക്കറിയാം. ഞാൻ അത് എണ്ണി സമൂഹത്തിന് മുമ്പിൽ പറയുന്നില്ല. പക്ഷെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. നമ്മളൊക്കെ മറന്നിരിക്കുക. നമുക്കതിൻ്റെ ആവശ്യമില്ല, വിട്ടേക്കാം. പക്ഷെ നന്നാവണം, നന്നായി വരട്ടെ. എന്നെ ശ്രമിച്ച എൻ്റെ കൂട്ടുകാർക്കും ഒക്കെ നന്ദി പറയുകയാണ്.
കുറച്ചല്പം അധിക പ്രസംഗം നടത്തി അത് വിഷമം കൊണ്ടാണെന്ന് കൂട്ടുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.